ഹായ് ഫ്രണ്ട്സ്, ജൂൺ 8-ാം തീയതി കുഴിക്കാട്ടുശ്ശേരിയിൽ ഊട്ടുതിരുനാളിൽ പോകേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അവിടേക്ക് പോയിക്കായിരുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ 2 ഫ്രണ്ട്സും കൂടി ഉണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട രൂപതയിലെ കുഴിക്കാട്ടുശ്ശേരിയിലാണ് വിശുദ്ധ മറിയം ത്രേസ്യയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്നത്. ഈ വർഷം 100-ാം ചരമവാർഷികമാണ് ആചരിക്കുന്നത്. ഈ അടുത്ത പ്രദേശത്ത് എവിടെ ഊട്ടുസദ്യ ഉണ്ടായാലും ഞാൻ ഫുഡ് അടിക്കാൻ പോകുമെന്ന ഒരു കളിയാക്കൽ എൻ്റെ ഫ്രണ്ട്സുകളുടെ ഇടയിൽ എനിക്കുണ്ട്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, ഫുഡ് അടിക്കാൻ മാത്രമായിട്ടല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഞാനവിടെ പോകുന്നത്. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അതിന് നന്ദി പറയാനും നമുക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഞാൻ ഈ ഊട്ടുസദ്യയിൽ പ്രത്യേകിച്ച് പോകുന്നത്. വളരെ കാം ആൻഡ് പീസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. സാധാരണ പെരുന്നാൾ ദിവസം അല്ലാത്ത ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇതുവരെയും വിശുദ്ധ മറിയം ത്രേസ്യയുടെ ഖബറെടുത്ത് വന്ന് പ്രാർത്ഥിക്കാത്തവരൊക്കെ വന്ന് പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ കുഴിക്കാട്ടുശ്ശേരി പള്ളിയിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് 3 പേർക്കൊരു ഐഡിയ വന്നത്. അവിടെ അടുത്ത് തന്നെയാണ് പുത്തൻചിറ ദേവാലയം. അവിടെ വരെ പോകാമെന്ന്. അത് വിശുദ്ധ മറിയം ത്രേസ്യയുടെ ഇടവക ദേവാലയമായിരുന്നു. ഈ പള്ളിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പാടത്തിനോട് ചേർന്നിട്ടാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. എത്ര കണ്ടാലും മദ്യം വരാത്ത അത്രയും മനോഹരമായിട്ടുള്ളൊരു ആംബിയൻസാണ്. ശരിക്കും പറഞ്ഞാൽ പാടത്തിൻ്റെ മുഴുവൻ വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങളവിടെ നിന്ന് പാടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കുറേ നേരം നിൽക്കാനുള്ള സമയം ഞങ്ങൾക്കില്ലായിരുന്നു. പുത്തൻചിറ പള്ളിയിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് വിശുദ്ധ മറിയം ത്രേസ്യ ജനിച്ച വീട്ടിലേക്കാണ്. അവിടെ വിശുദ്ധ മറിയം ത്രേസ്യ ഉപയോഗിച്ച സാധനങ്ങൾ, അതുപോലെ ചരിത്രം ഒക്കെ രേഖപ്പെടുത്തി വെച്ചിരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര അവസാനിച്ചു. ഇന്നൊരു മഴ ദിവസമായിരുന്നു. എങ്കിലും ഞങ്ങൾ 2 വീലറിലാണ് വന്നത്. നല്ല അടിപൊളി യാത്രയായിരുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.